വയനാട് പനമരത്ത് പാട്ടും പാടി ജയിക്കാൻ അമ്മയും മകളും ഗായികയും നാടൻപാട്ട് കലാകാരിയുമായ പ്രവീണയും അമ്മ പുഷ്പയുമാണ് LDF വേണ്ടി പനമരം ബ്ലോക്കിലേക്കും വാർഡിലേക്കുമായി മത്സരിക്കുന്നത്. ഇന്നത്തെ യാത്ര 2 സ്ഥാനാർത്ഥികളെ തേടിയാണ്. എന്നാൽ ഒരു വീട്ടിലേക്കാണെന്നുള്ളതാണ് ഇതിലെ ഏറെ പ്രത്യേകത. നമുക്ക് പോയി നോക്കാം. ഞാൻ പറഞ്ഞ 2 സ്ഥാനാർത്ഥികൾ, പുഷ്പയും അതോടൊപ്പം പ്രവീൺ. ഇവര് തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ് ശരിക്കുള്ള ബന്ധം? അമ്മയും മോളുമാണ്. അതിപ്പോ 2 സ്ഥാനാർത്ഥിമാരും അമ്മയും മോളുമാണ് ആയിട്ട് മത്സരിക്കുന്നത്. പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കുമായിട്ടാണ് മത്സരിക്കുന്നത്. എങ്ങനെയാണ് പ്രതീക്ഷ? ജയിക്കും. UDF കോട്ടയാണ്. കുറെ വർഷങ്ങൾക്ക് മുന്നാണ് ജബ്ബാർക്ക പ്രസിഡന്റായി വന്നത്, ജയിച്ചിട്ട്. അതിനുശേഷം അവിടെ വിജയം വന്നിട്ടില്ല. LDF UDF ആണ്. ഇപ്രാവശ്യം നമ്മൾ പിടിച്ചെടുക്കും എന്ന ധൈര്യത്തോടെയാണ് ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വോട്ടർമാരുടെ കയ്യിലാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. പിന്നെ ഇതുവരെ UDF ഭരണമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കൊരു മാറ്റം ചിന്തിക്കാമല്ലോ. അപ്പോൾ നമ്മളൊരു യുവതലമുറയും കൂടിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മേഖലയിലോട്ട് മത്സരിക്കുന്നത് തന്നെ. അപ്പോൾ എൻ്റെ ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും തന്നെ വിചാരിക്കുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇലക്ഷനാണ്, ഒരു പാട്ടുകാരി കൂടിയാണെന്ന് അറിഞ്ഞത്. പാട്ടുപാടി ജയിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? പ്രതീക്ഷയാണ് അത്. കാരണം വെച്ചാൽ എന്നെ അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്കൊക്കെ അറിയുന്നത് ഒരു സിംഗറായിട്ടും, അതുപോലെ തന്നെ ഞാൻ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഷിജോ വീഡിയോസിലൂടെയാണ് കൂടുതലും ആളുകൾക്ക് എന്നെ അറിയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ചാനൽ അമ്മൂസ് പ്രവീണ എന്നാണ്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം എല്ലാവർക്കും എന്നെ അറിയാം. പാട്ടും പാടി ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചന്ദന പൊട്ടിന്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട്, 2 മനസ്സാണ് പുന്നരമോളെ എൻ്റെ ഇണങ്കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ ചന്ദനപ്പൂമയിലേ. 2 പേരും മത്സരത്തിന് ഒരുങ്ങിയാണ്. അന്നിപ്പം വീട്ടിൽ നിന്ന് 2 സ്ഥാനാർത്ഥികൾ. എങ്ങനെ പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ അമ്മേനെയും മോളെയും സെലക്ട് ചെയ്തത്? അല്ല, മോളെ ആദ്യമേ ബ്ലോക്കിലേക്ക് ചോദിച്ചപ്പോൾ നമ്മൾ കൊടുക്കാൻ നിൽക്കാന്ന് പറഞ്ഞിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആവൂല, മോളെ തന്നതല്ലേ, അതുകൊണ്ട് എനിക്കിപ്പോൾ ആവൂല എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഒരു 5-ാം മൈലിൽ ഒരു ഡോറിന്റെ ഷോപ്പിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവരോടും കൂടി വിളിച്ചു ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, നമ്മളെ അത്രയും സപ്പോർട്ടായതുകൊണ്ട് നമ്മുടെ കൂലി പോലും കട്ട് ചെയ്യാതെ അവർ രാവിലെ വന്ന് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് പോയിക്കോളൂ എന്ന അത്രയും നല്ലൊരു മനസ്സുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടോടു കൂടിയാണ് ഇറങ്ങിയത്. പിന്നെ ഏട്ടൻ്റെയും കൂടി നല്ല ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട്. രാവിലെ എത്ര മണിക്ക് 2 പേരും വീട്ടിൽ നിന്ന് ഇറങ്ങും? അതും 2 വഴിക്കാണല്ലോ അല്ലേ പോകുന്നത്? ഞങ്ങള് 8:30 ആകുമ്പോഴാണ് പോവാറ്. പിന്നെ 6:30 ആകുമ്പോഴാണ് ഞാൻ തിരിച്ചെത്തുക. അമ്മ ഒരു 5 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്താറുണ്ട്. അന്തിവിണ്ണിലമ്പിളിക്കല തിളങ്ങണുണ്ട് ചങ്ക് തൊട്ട് പാട് പൈങ്കിളി, നമ്മൾ നട്ട വെള്ളരിക്കിന വിളഞ്ഞുവാനിൽ ചെഞ്ചുവപ്പ് താരമായടി, നിന്റെ കണ്ണിൽ എൻ്റെ കണ്ണിലും നിലാവെളിച്ചമൊന്നുപോലെ തുള്ളി വീണടി, കണ്ണുനീർ തുടച്ചിതാതൊരാൾ കരം പിടിച്ചു നമ്മളെ നടത്തിടുന്നടി. ഈ അമ്മയുടെയും മകളുടെയും കിനാവുകൾക്ക്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കിനാവുകളൊക്കെ തന്നെ സഫലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.